1991 മെയ് 21 ജനിച്ച ഒരു ലിത്വാനിയൻ ഫുട്ബോൾ കളിക്കാരനാണ് ഫെഡോർ ഇവാനോവിച്ച് സെർനിച്ച്. ലിത്വാനിയൻ വംശജരായ ഒരു റഷ്യൻ കുടുംബത്തിലാണ് സെർനിച്ച് ജനിച്ചത്. മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ സെർനിച്ച് തന്റെ അമ്മയുടെ മുത്തശ്ശിക്കൊപ്പം ലിത്വാനിയയിലെ വിൽനിയസിലേക്ക് താമസം മാറി. 2007 LFFQ ലീഗിൽ കളിക്കുന്ന ഗ്രാനിറ്റാസ് വിൽനിയസിൽ നിന്നാണ് സെർനിച്ച് തന്റെ കരിയർ ആരംഭിച്ചത്. 2009 സെർനിച്ച് ഡിനേപാർ മൊഗിലേവുമായി കരാർ ഒപ്പിട്ടു. 2014 പോളിഷ് ക്ലബ് ഗോർണിക് ലെക്സ്നയ്ക്കായി സെർനിച്ച് ഒപ്പുവച്ചു. ബെലാറസിലെ 5 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് സെർനിച്ച് പോളണ്ടിലേക്ക് മാറിയത്. പോളണ്ടിൽ അദ്ദേഹം ഒന്നിലധികം ക്ലബ്ബുകൾക്കായി കളിച്ചു. പോളണ്ടിലെ മിക്ക പരിശീലനങ്ങളും ഫിറ്റ്നസിന് പ്രാമുഖ്യം നൽകുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. 2018 റഷ്യൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഡൈനാമോ മോസ്കോയുമായി ഒപ്പുവെച്ച സെർനിച്ച് 2018 മാർച്ചിൽ ഡൈനാമോയ്ക്ക് വേണ്ടി തന്റെ ആദ്യ ഗോൾ നേടി ഡൈനാമോയ്ക്ക് ആഴ്സണൽ തുലയ്ക്കെതിരെ 2-1 സ്കോറിൽ വിജയം ഉറപ്പിച്ചു. ഡൈനാമോ മോസ്കോയുമായുള്ള കരാർ 2020 സെപ്റ്റംബറിൽ അവസാനിച്ചു. മിക്ക ഗെയിമിലും ലെഫ്റ്റ് വിംഗറായി കളിക്കുന്ന അദ്ദേഹത്തിന് ഒരു സെന്റർ ഫോർവേഡ് റോളുമായി പൊരുത്തപ്പെടാനും സാധിക്കുന്നു. 2012 അന്താരാഷ്ട്ര അരങ്ങേറ്റത്തിന് ശേഷം അദ്ദേഹം ദേശീയ ടീമിനായി 14 ഗോളുകളും ആകെ കരിയറിൽ 53 ഗോളുകളും നേടി. ലിത്വാനിയയ്ക്ക് വേണ്ടി 89 തവണ കളിച്ചിട്ടുള്ള സെർനിച്ച് തന്റെ രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച മൂന്നാമത്തെ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. 2024 ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി 2023-24 സീസണിലേക്ക് 32-കാരനായ ഫെഡോർ സെർനിച്ചുമായി കരാർ ഒപ്പിട്ടു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഫോർവേഡ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ വിംഗറായാണ് അദ്ദേഹം കളിക്കുന്നത്. കാൽമുട്ടിനേറ്റ പരിക്കു കാരണം ടീമിലില്ലാതിരുന്ന അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ ഉറപ്പാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ലിത്വാനിയൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായ സെർനിച്ച് യൂറോപ്യൻ ഫുട്ബോളിൽ 400-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അടുത്തിടെ സൈപ്രസ് ടീമായ AEL ലിമാസോളി ക്ലബിനായി കളിച്ച അദ്ദേഹം പകുതി സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേർന്നു. സെർനിച്ചിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഫോച്ച കണ്ടതിന് നന്ദി.